ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടം 28ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ഇന്ന് ധ്യാനിക്കുക ക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെട്ട പഴയ നിയമത്തെ പറ്റിയാണ്. തിരുവചന പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണെന്ന്. പഴയ നിയമത്തിൽ നിഴലിച്ച ദൈവിക രഹസ്യങ്ങളുടെ പൂർത്തീകരണം സാധ്യമാകുക ക്രിസ്തുവിലാണെന്ന് ഒരിക്കൽ കൂടി ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ ഒന്നാമത്തെ വായനയായ രാജാക്കന്മാരുടെ 2-ാം പുസ്തകവും ഇന്നത്തെ സുവിശേഷ ഭാഗമായ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായവും തമ്മിൽ ഒത്തിരിയേറെ സാമ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ഇവയെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നത് ഇതിലെ വ്യക്തികൾ കടന്നുപോയ ജീവിതത്തിലെ രോഗത്തിൻ്റെ സാഹചര്യങ്ങളാണ്. രണ്ടുപേരും കടന്നുപോയത് കുഷ്ഠരോഗം എന്ന ഒരു രോഗത്തിലൂടെയാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുഷ്ഠരോഗം എന്നത് ദൈവിക ക്രോധത്തിൻ്റെ അടയാളമായിരുന്നു. അതിനാൽ തന്നെ അവർ തങ്ങളുടെ സമൂഹങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെട്ടിരുന്ന വ്യക്തികളാണ്. സമൂഹത്തിൽ കൂട്ടുചേരാനോ സമൂഹത്തിൽ ജീവിക്കാനോ ഒക്കെ ഒത്തിരിയേറെ തടസ്സങ്ങൾ അവർ നേരിട്ടിരുന്നു. അവരുടെ പക്കലേക്കാണ് കർത്താവിൻ്റെ സൗഖ്യം കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുക. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ സിറിയയിലെ രാജാവിൻ്റെ പടത്തലവനായിരുന്ന നാമാൻ എലീശയുടെ പക്കൽ കടന്നു ചെന്ന് സൗഖ്യം സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷ ഭാഗത്തിലാകട്ടെ വിജാതീയരായ കുഷ്ഠരോഗി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ വലിയ കൃപയാൽ സൗഖ്യം പ്രാപിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഈ 2 രോഗാവസ്ഥയും അവരെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിയപ്പോൾ ദൈവത്തിൻ്റെ വലിയ രക്ഷ, സൗഖ്യം എപ്രകാരം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് ഇവയെ ബന്ധിപ്പിക്കുക ഈ അത്ഭുതം നടന്ന സ്ഥലമാണ്. ഒന്നാമത്തെ വായനയായ രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, എലീശയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാനായിട്ട് സമറിയായിലെ പ്രവാചകന്റെ പക്കലേക്കാണ് നാമാൻ കടന്നു ചെല്ലുക. അപ്പോൾ ഈ അത്ഭുതം നടന്നത് സമറിയ എന്ന പ്രദേശത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഗലീലിക്കും സമറിയായ്ക്കും മധ്യേയാണ് ഈശോ തൻ്റെ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് കാണുക. അപ്പോൾ സമരിയ പുതിയ നിയമത്തിൽ വിജാതീയരുടെ ഒരു പട്ടണമായിട്ടാണ് സമരിയായെ കാണുക. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റപ്പെട്ടു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കലും ഒരു സ്ഥാനവും ഇല്ല എന്ന് ജനം മുദ്ര കുത്തിയ ഒരു ദേശത്ത് നിന്നാണ് ദൈവം തൻ്റെ സൗഖ്യം നൽകുന്നതായിട്ട് നമ്മൾ കാണുക. അപ്പോൾ ദൈവത്തിൻ്റെ സൗഖ്യം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, എല്ലാ ജാതികൾക്കും വേണ്ടിയുള്ളതാണ് എന്നുകൂടെയുള്ള വലിയ വസ്തുത ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2-ാമത്തെ ഘടകം ഇന്നത്തെ ഒന്നാമത്തെ വായനയെയും സുവിശേഷ വായനയും തമ്മിൽ ബന്ധിപ്പിക്കുക അവരാരുടെ പക്കൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു എന്നുള്ളതാണ്. ഒന്നാമത്തെ വായനയിൽ എലീശയുടെ നിർദ്ദേശപ്രകാരം യോർദാൻ നദിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് സൗഖ്യം പ്രാപിക്കുന്ന നാമാനെ നാം കണ്ടുമുട്ടുമ്പോൾ, ഇന്നത്തെ സുവിശേഷത്തിൽ പുരോഹിതന് തങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുവാനായിട്ട് ഈശോയുടെ നിർദ്ദേശപ്രകാരം പോകുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്ന വിജാതീയനെയും നമ്മൾ കാണുന്നുണ്ട്. 2 പേരും സൗഖ്യം പ്രാപിച്ചത് 2 വ്യക്തികളുടെ ഇടപെടൽ മൂലമാണ്, ഈശോയും എലീശായും. ഈ 2 വ്യക്തികൾ തമ്മിലും ഒത്തിരിയേറെ സാമ്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഒന്നാമത്തെ വായന എലീശായെ വിളിക്കുക ദൈവ പുരുഷനെന്നാണ്. ഈശോയാകട്ടെ തൻ്റെ പരസ്യ ജീവിതത്തിൽ പലപ്പോഴായി താൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്നും ദൈവപുത്രനാണെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 വ്യക്തികളും നമ്മെ ഓർമ്മപ്പെടുത്തുക 2 പേരും കടന്നു വന്നത് ദൈവത്തിൽ നിന്നാണ് എന്നുള്ള വലിയ സത്യമാണ്. അതോടൊപ്പം തന്നെ 2 വ്യക്തികളുടെ പേരുകളും ഒത്തിരിയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. എലീഷ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഈസ് സാൽവേഷൻ, ദൈവം രക്ഷയാണ് എന്നുള്ളതാണ്. ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാവുന്നതുപോലെ യാവേ സേവ്സ്, യാവേ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. 2ഉം രക്ഷയെ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പേരുകളാണ്. വീണ്ടും തിരുവചന ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തിരുസഭാ പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒത്തിരിയേറെ സാമ്യങ്ങൾ എലീശയുടെയും ഈശോയുടെയും ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും.
എലീഷായ്ക്ക് മുമ്പ് ഏലി പ്രവാചകൻ കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോർദാൻ നദിയിൽ വെച്ച് ഏലി പ്രവാചകൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ ഏലി പ്രവാചകന്റെ ആത്മാവിൻ്റെ ഇരട്ടി സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം ആരംഭിക്കുന്ന എലീഷായെ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുക യോർദാൻ നദിക്കരയിൽ മാമോദീസ സ്വീകരിച്ചുകൊണ്ടാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഈശോയും തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് നമ്മൾ കാണുന്നത്. വീണ്ടും എലീശായുടെയും ഈശോയുടെയും ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ സാമ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ അവർ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഒത്തിരിയേറെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിക്കുന്ന എലീഷായെ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും അപ്പമില്ലാതിരുന്ന ഒരവസരത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന എലീശ, അതുപോലെ തന്നെ ഒത്തിരിയേറെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന, പ്രത്യേകമായിട്ട് കുഷ്ഠരോഗത്തെ സുഖപ്പെടുത്തുന്ന എലീശായെയാണ് ഇന്നത്തെ തിരുവചന ഭാഗത്തിലും നമ്മൾ കണ്ടത്. വീണ്ടും നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെ തന്നെ തൻ്റെ പരസ്യ ജീവിതത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഈശോയെ, അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോയെ, രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഈശോയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് തിരുസഭാ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുക, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം സാധ്യമാകുന്നത് ക്രിസ്തുവിലാണ് എന്നത്. പഴയ നിയമ പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രബോധകന്മാരുടെയും ഒക്കെ പൂർത്തീകരണം സാധ്യമാകുന്നത് ഈശോയിലാണ്. അവരുടെ ജീവിതം പൂർണ്ണമാകുന്നതും പ്രാവർത്തികമാകുന്നതും ഈശോയിലാണെന്ന് ഒരിക്കൽ കൂടി ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിച്ച, കൃപകൾ സ്വീകരിച്ച ഈ 2 വ്യക്തികളുടെ മനോഭാവവും നമ്മളെ ഓർമ്മപ്പെടുത്തുക ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. സ്വീകരിച്ച അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും കർത്താവിന് നന്ദി പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അനുദിന ജീവിതത്തിൽ ദൈവത്തിന് ലഭിച്ച കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിലുള്ള പൂർണ്ണമായ രക്ഷ സ്വീകരിക്കുവാനായിട്ട്, ക്രിസ്തുവിലാണ് യഥാർത്ഥ രക്ഷയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ പാത സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.